ഒടുവിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചു ജനപക്ഷത്ത് നിൽക്കാൻ കേരളത്തിന് മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ യുഗം അവസാനിപ്പിച്ച വി.ഡി. സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകുന്നു. 10 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശന്റെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത്. ഏറെ ആകാംക്ഷകൾ ഉണ്ടായിരുന്നു പലർക്കും. കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിച്ചു എന്ന തരത്തിൽ പല രീതിയിലുള്ള വാർത്തകൾ വന്നു. ഏവരും പ്രതീക്ഷിച്ചതും കെ.സി. തന്നെ മുഖ്യമന്ത്രിയായി വരും എന്നാണ്. കാരണം AICC ആസ്ഥാനത്തുള്ള ഹൈക്കമാൻഡിലെ പല നേതാക്കൾക്കും കെ.സി. വേണുഗോപാൽ തന്നെ മുഖ്യമന്ത്രിയായി കേരളത്തിൽ വരുന്നതിനോടാണ് താല്പര്യം. കാരണം 8 വർഷമായി AICCയിൽ സ്ഥാനം വഹിക്കുന്ന കെ.സി. വേണുഗോപാലിന് അവിടെ നിന്ന് ഒരു പടിയിറക്കം ആവശ്യമാണ്. വെറുതെ കെ.സിയെ പറഞ്ഞുവിടാൻ അവിടെയുള്ളവർ തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തിന് നല്ലൊരു ഓഫർ വെച്ചു, കേരളത്തിൽ ഭരണം കിട്ടിയപ്പോൾ മുഖ്യമന്ത്രിയാക്കാമെന്ന്. അങ്ങനെ കെ.സി. മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുകയായിരുന്നു. എല്ലാവരും പ്രതീക്ഷിച്ചത് ഇവിടെ വലിയൊരു പൊട്ടിത്തെറിയുണ്ടാകും, വീഡിയോ മറികടന്നുകൊണ്ട് കെ.സി. മുഖ്യമന്ത്രിയാകും എന്നൊക്കെയാണ്. പക്ഷേ അവസാന മണിക്കൂറിൽ ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ സമ്മർദ്ദ തന്ത്രം ശക്തമാക്കിയതോടെ കേരളത്തിലെ ജനവിധിക്ക് മുന്നിൽ AICC മുട്ടുമടക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അവസാന മണിക്കൂറുകളിലെ ചർച്ചയിൽ കെ.സിയെ ഒഴിവാക്കി വി.ഡിയെ തന്നെ കേരളത്തെ നയിക്കാൻ AICC കൊണ്ടുവന്നത്. പ്രതിപക്ഷ നേതാവ് തന്നെ അടുത്ത മുഖ്യമന്ത്രിയായ നിരവധി അവസരങ്ങൾ കോൺഗ്രസ് കേരള ഘടകത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൂടി ഒന്ന് പരിശോധിക്കാം. കോൺഗ്രസിന്റെ ചരിത്രത്തിൽ പ്രതിപക്ഷ നേതാവായി പാർട്ടിയെയും മുന്നണിയെയും നയിച്ചവരെല്ലാം മുഖ്യമന്ത്രിയായി വന്നിട്ടുണ്ടോ എന്ന ചരിത്രം കൂടി പരിശോധിക്കാം. ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് P.T. ചാക്കോ മുതൽ അവസാനത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി വരെയുള്ളവരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, ഇതുവരെ ഉണ്ടായ 10 കോൺഗ്രസ് മുഖ്യമന്ത്രിമാരിൽ 6 പേർ മാത്രമാണ് തൊട്ടു മുൻപത്തെ ടേമിൽ പ്രതിപക്ഷ നേതാവായിരുന്നുകൊണ്ട് മുഖ്യമന്ത്രിയായത്. 3 തവണ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ രാജിയെ തുടർന്നുള്ള അനിശ്ചിതാവസ്ഥയിലും ഒരിക്കൽ ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നുള്ള പ്രമോഷനിലൂടെയും പ്രതിപക്ഷ നേതാവായി ഇരുന്നിട്ടില്ലാത്ത നേതാക്കൾ മുഖ്യമന്ത്രി കസേരയിൽ എത്തിയിട്ടുണ്ട്. ആ ചരിത്ര പശ്ചാത്തലം നോക്കുമ്പോൾ എല്ലാ പ്രതിപക്ഷ നേതാക്കളും മുഖ്യമന്ത്രിമാർ ആയിരുന്നിട്ടില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രതിപക്ഷ നേതാവായി സഭയിൽ മുന്നണിയെ നയിക്കുകയും പിന്നീട് ഭരണം കിട്ടിയപ്പോൾ മുഖ്യമന്ത്രിയാകുകയും ചെയ്തത് കെ. കരുണാകരനായിരുന്നു. പിന്നീട് A.K. ആന്റണിയും ശേഷം ഉമ്മൻചാണ്ടിയും പ്രതിപക്ഷ നേതാവായി സഭയിൽ നയിച്ച ശേഷം പിന്നാലെ അടുത്ത ടൈമിൽ മുഖ്യമന്ത്രിമാരായി. ആന്റണിയും ഉമ്മൻചാണ്ടിയും പ്രതിപക്ഷ നേതാവ് ആകുന്നതിന് മുന്നേ മുഖ്യമന്ത്രിമാരായ സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. 1991-96 കാലഘട്ടത്തിൽ ചാരക്കേസിലും ഗ്രൂപ്പിസത്തിലും പെട്ട് കരുണാകരൻ രാജിവെച്ചപ്പോൾ ആന്റണിയും, 2004 ആന്റണി രാജിവെച്ചപ്പോൾ ഉമ്മൻചാണ്ടിയും മുഖ്യമന്ത്രിമാരായി. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാക്കളുമായി. P.T. ചാക്കോ ആയിരുന്നു കേരളത്തിന്റെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്. EMSന്റെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ കേന്ദ്ര സർക്കാർ പിരിച്ചുവിട്ട ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി UDF അധികാരത്തിലെത്തി. ഇപ്പോൾ പ്രതിപക്ഷ നേതാവായ ആൾ മുഖ്യമന്ത്രിയാകട്ടെ എന്ന ലോജിക്ക് പ്രകാരം അടുത്ത മുഖ്യമന്ത്രി സ്വാഭാവികമായും ആകേണ്ടത് ചാക്കോ ആയിരുന്നു. പക്ഷേ സഖ്യമുണ്ടാക്കിയപ്പോൾ നൽകിയ വാക്ക് പ്രകാരം പട്ടം പിള്ള മുഖ്യമന്ത്രിയായി. ഹൈക്കമാൻഡിന്റെ നിർദ്ദേശത്തിൽ R. ശങ്കരനെ നിയമസഭാ കക്ഷി നേതാവാക്കി, ഉപമുഖ്യമന്ത്രിയുമാക്കി. ഇന്നത്തെ അതേപോലെ 63 സീറ്റുകളായിരുന്നു അന്നും കോൺഗ്രസിന് ലഭിച്ചത്. ഒറ്റക്കക്ഷിയായെങ്കിലും ഭരിക്കാനുള്ള കേവല ഭൂരിപക്ഷത്തിനു വേണ്ടി പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുമായി സഖ്യമുണ്ടാക്കി. പട്ടം താണുപിള്ളയെ മുഖ്യമന്ത്രിയുമാക്കി. പട്ടം പഞ്ചാബ് ഗവർണറായി പോയതോടെ ഉപമുഖ്യമന്ത്രിയായിരുന്ന R. ശങ്കർ പ്രമോഷൻ നേടി മുഖ്യമന്ത്രിയായി. P.T. ചാക്കോ വൈദ്യുതി മന്ത്രിയായിരിക്കെ വിവാദത്തിൽപ്പെടുകയും രാജിവെക്കുകയും പിന്നീട് മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ കോൺഗ്രസിന്റെ ആദ്യ പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ മുഖ്യമന്ത്രി ആയില്ല. കാലം മുന്നോട്ടു പോയി. വർഷം 1967. വെറും 9 MLA-മാരുമായി കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയെ നേരിട്ടപ്പോൾ അലക്സാണ്ടർ പറമ്പിത്തറ പ്രതിപക്ഷ നേതാവാകട്ടെ എന്നായിരുന്നു പാർട്ടി നിർദ്ദേശം. എന്നാൽ പാർട്ടി നിർദ്ദേശം പറമ്പിത്തറ തള്ളി. പകരം ആ ഉത്തരവാദിത്വം കെ. കരുണാകരൻ ഏറ്റെടുത്തു. കരുണാകരൻ ലീഡർ കെ. കരുണാകരൻ ആകുന്നതും അവിടെ നിന്നാണ്. പിന്നീട് അങ്ങോട്ട് കേരളത്തിലെ UDFിലും കോൺഗ്രസിലും കെ. കരുണാകരൻ യുഗമായിരുന്നു. 1967 മുതൽ 1996 A.K. ആന്റണി പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് വരുന്നതുവരെ കോൺഗ്രസ് പ്രതിപക്ഷത്തിരുന്നപ്പോഴെല്ലാം പ്രതിപക്ഷ നേതാവായി കരുണാകരൻ തന്നെ നയിച്ചു. ഇക്കാലയളവിൽ ഭരണം കിട്ടിയപ്പോഴൊക്കെ അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയുമായി. തിരുവായ്ക്ക് എതിർവായില്ലാതിരുന്ന കരുണാകരൻ യുഗം. ഹൈക്കമാൻഡ് തീരുമാനം പോലും വെറും ഔപചാരികതയായിരുന്ന കാലമായിരുന്നു കരുണാകരൻ യുഗം. 1977 കരുണാകരൻ ആദ്യമായി മുഖ്യമന്ത്രിയാകുന്നത്. 1967-69 കാലത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന ലീഡർക്ക് സ്വാഭാവികമായി ലഭിച്ച മുഖ്യമന്ത്രി സ്ഥാനം. പക്ഷേ ആ സ്ഥാനത്തിന് അധികം ആയുസ്സുണ്ടായില്ല. രാജൻ കേസിലെ കോടതി പരാമർശത്തെ തുടർന്ന് 1 മാസം കഴിഞ്ഞപ്പോൾ കെ. കരുണാകരൻ രാജിവെച്ചു.
AK ആന്റണി മുഖ്യമന്ത്രിയായി. തുടർന്ന് PKV, CH, നായനാർ മന്ത്രിസഭകൾ വന്നു. നായനാർ മന്ത്രിസഭ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് രാജിവെച്ചപ്പോൾ കരുണാകരൻ വീണ്ടും മുഖ്യമന്ത്രിയായി. 1981 കാസ്റ്റിംഗ് മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിയാകുന്നതിന് തൊട്ടു മുൻപുള്ള നായനാർ മന്ത്രിസഭയുടെ കാലത്ത് പ്രതിപക്ഷ നേതാവ് കരുണാകരനായിരുന്നു. കാസ്റ്റിംഗ് മന്ത്രിസഭയ്ക്ക് ശേഷം 1982 തെരഞ്ഞെടുപ്പിൽ കരുണാകരൻ വീണ്ടും UDF മുഖ്യമന്ത്രിയായി. 87 UDF തോറ്റപ്പോൾ പ്രതിപക്ഷ നേതാവായ കരുണാകരൻ 1991 വീണ്ടും മുഖ്യമന്ത്രിയായി. 96 കാലാവധി പൂർത്തിയാക്കും മുൻപ് തന്നെ ചാരക്കേസിലും ഗ്രൂപ്പിസത്തിലും വിട്ട് പുറത്തു പോകേണ്ടി വന്നു. അന്നാണ് ആന്റണി ആദ്യമായി മുഖ്യമന്ത്രിയായതും. നേരത്തെ പറഞ്ഞ തിരുവായിക്ക് എതിർവായില്ലാത്ത ലീഡർ യുഗത്തിന്റെ അന്ത്യം കൂടിയായിരുന്നു അത്. പിന്നീട് ഒരിക്കലും കരുണാകരൻ നിയമസഭയിൽ അംഗമാവുകയോ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതൃസ്ഥാനങ്ങൾ അലങ്കരിക്കുകയോ ചെയ്തിട്ടില്ല. 2005 ലീഡർ പാർട്ടി വിട്ടതും അസ്തമിച്ചതും എല്ലാം പിൽക്കാല ചരിത്രം. പ്രതിപക്ഷ നേതാവാകും മുൻപ് മുഖ്യമന്ത്രിയായ ഒരാൾ AK ആന്റണിയാണ് എന്ന് പറഞ്ഞല്ലോ. 1996 ആന്റണി ആദ്യമായി പ്രതിപക്ഷ നേതാവാകുന്നത്. എന്നാൽ അതിനു മുൻപ് 77 കാലത്ത് രാജൻ കേസിലെ പരാമർശത്തെ തുടർന്ന് കരുണാകരൻ രാജിവെച്ചപ്പോൾ പകരം മുഖ്യമന്ത്രിയായത് AK ആന്റണിയായിരുന്നു. 1991 മുഖ്യമന്ത്രിയായ കരുണാകരൻ ചാരക്കേസിൽപ്പെട്ട് രാജിവെച്ചപ്പോഴും ആന്റണി മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചു. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭരണം നഷ്ടപ്പെട്ട പ്രതിപക്ഷത്തായി. അക്രമ സമരങ്ങളും ബഹളങ്ങളും കൂടാതെ പ്രതിപക്ഷത്തെ നയിച്ച കാലമായിരുന്നു ആന്റണിയുടേത്. 2001 തെരഞ്ഞെടുപ്പിൽ 99 സീറ്റ് നേടി UDF ഉജ്ജ്വല വിജയം നേടിയപ്പോൾ മുന്നണി നയിച്ച പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ആന്റണി മുഖ്യമന്ത്രിയായി. പക്ഷേ ആന്റണിക്കും കാലാവധി തികയ്ക്കാനായില്ല. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആന്റണി രാജിവെച്ചു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി. 2006 തെരഞ്ഞെടുപ്പിൽ UDFനെ നയിച്ചത് ഉമ്മൻചാണ്ടിയായിരുന്നു. തൊട്ടു മുൻപത്തെ കാലം പ്രതിപക്ഷ നേതാവായിരുന്ന VSന്റെ തരംഗം ആഞ്ഞുവീശിയ തെരഞ്ഞെടുപ്പിൽ UDF തോറ്റു. ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവായി. ഉമ്മൻചാണ്ടിയുടെ കരിയറിൽ പ്രതിപക്ഷ നേതാവായുള്ള ആദ്യത്തെ റോൾ. 5 വർഷത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ 2011 ഭരണം തിരിച്ചുപിടിച്ച് ഉമ്മൻചാണ്ടി വീണ്ടും മുഖ്യമന്ത്രിയായി. 2016 ഉമ്മൻചാണ്ടി യുഗം അവസാനിച്ചു. 2021 പിണറായി വിജയന്റെ തുടർ മന്ത്രിസഭ അധികാരത്തിലെത്തി. ഇപ്പോഴിതാ മറ്റൊരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വീണ്ടും ഒരു UDF മന്ത്രിസഭ അധികാരത്തിലെത്തുന്നു. അതും മൃഗീയ ഭൂരിപക്ഷവുമായി. പക്ഷേ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ മാത്രം സംഭവിച്ചത് ഇങ്ങനെയാണ്.